പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ എനിക്ക് ആ കുഞ്ഞിലെ പകർന്നു കിട്ടിയ ഈശോയുടെ അനുഭവം അതെങ്ങനെ ഉപകാരപ്രദമായി എനിക്ക് വന്നു. ഒരു പുതിയ അന്തരീക്ഷം, മൊത്തം പുതിയ കൂട്ടുകാര്, പുതിയ ഭാഷ, മൊത്തത്തിൽ നമുക്ക് ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നെ ആശുപത്രിയിൽ കെട്ടുന്നു, 3-4 ദിവസം അഡ്മിറ്റ് ആവുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നീട് ആരോഗ്യം നഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തിരിച്ച് വരാനേ തോന്നുന്നില്ല. എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെന്നുള്ള ഒരു ഫുൾ കൺഫ്യൂഷൻ ആയുള്ള ഒരു സ്റ്റേജിലൂടെ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നു. എനിക്ക് ഈ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നതാണ് ഈശോയുടെ. പക്ഷെ ഇവിടെ വന്നിട്ട് വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. ഈശോയെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അമൽ. എൻ്റെ സ്വദേശം കോട്ടയമാണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ദുബായിൽ. അപ്പോൾ ഈശോ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇടപെട്ടു, എൻ്റെ പല സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പൊയ്ക്കൊണ്ടിരുന്നപ്പോഴും ഈശോ എന്നെ എങ്ങനെ തിരിച്ചു പിടിച്ചു എൻ്റെ ഒരു ജീവിത അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ വളർന്നു വന്നതുകൊണ്ട് ക്രിസ്ത്യാനി ആയിരുന്ന ഒരാൾ പള്ളിയിലൊക്കെ പോവുകയും മാതാപിതാക്കളുടെ തുടക്കകാലങ്ങളിൽ മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ട് നമ്മൾ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ വളർന്നു വന്നൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ ഒരു കംഫോർട്ട് സോൺ വിട്ട് പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ എനിക്ക് ആ കുഞ്ഞിലെ പകർന്നു കിട്ടിയ ഈശോയുടെ അനുഭവം അതെങ്ങനെ ഉപകാരപ്രദമായി എനിക്ക് വന്നു. എങ്ങനെ എൻ്റെ ഫെയ്ത്ത് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റി, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ദൈവ അനുഭവമാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി കേരളത്തിന് വെളിയിലോട്ട് പോയൊരു സാഹചര്യം, ഒരു പുതിയ അന്തരീക്ഷം, മൊത്തം പുതിയ കൂട്ടുകാര്, പുതിയ ഭാഷ, മൊത്തത്തിൽ നമുക്ക് ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാൻ കോളേജിൽ ചേർന്നിട്ട് ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡെങ്കു ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്ക് വീണ്ടും ബാംഗ്ലൂരായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് കോട്ടയത്തിന് വന്നു. എന്നെ ആശുപത്രിയിൽ കെട്ടുന്നു, 3-4 ദിവസം അഡ്മിറ്റ് ആവുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നീട് ആരോഗ്യം നഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തിരിച്ച് വരാനേ തോന്നുന്നില്ല. എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെന്നുള്ള ഒരു ഫുൾ കൺഫ്യൂഷൻ ആയുള്ള ഒരു സ്റ്റേജിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ എൻ്റെ ധൈര്യം സംഭരിച്ച് ഞാൻ വീണ്ടും തിരിച്ച് ബാംഗ്ലൂർക്ക് വരികയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ തുടർച്ചയായി വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എൻ്റെ അറ്റൻഡൻസിനെ ബാധിക്കുകയും എൻ്റെ പഠനം മുന്നോട്ട് തുടരാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നു. എനിക്ക് ഈ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നതാണ് ഈശോയുടെ. പക്ഷെ ഇവിടെ വന്നിട്ട് വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ഞാൻ വീണ്ടും പോയി നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ പോയി അൽത്താരയുടെ മുന്നിൽ നിന്ന് മുട്ടുകുത്തി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ വിഷമങ്ങളെല്ലാം ഈശോയിൽ ഏൽപ്പിച്ചു. അത്ഭുതം തന്നെ, എനിക്ക് മുന്നോട്ട് പോകുന്നതോറും കാര്യങ്ങൾ എളുപ്പമാക്കി തന്നു ഈശോ. എൻ്റെ ഈശോയ്ക്ക് അറിയാം എനിക്ക് എന്തുമാത്രം വിഷമങ്ങൾ താങ്ങാൻ പറ്റും, അല്ലെങ്കിൽ കുരിശുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന കുരിശുകളെ ദൈവം എപ്പോഴും ലൈഫിൽ തരത്തുള്ളെന്ന് എനിക്ക് അനുഭവങ്ങളുണ്ടായി. എപ്പോഴും പരീക്ഷണങ്ങളുണ്ടാവും ലൈഫിൽ. ഇത് പോണക്കത്തെ ആരോഗ്യ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാകാം. പക്ഷെ കർത്താവിനറിയാം ഏത് ലിമിറ്റ് വരെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്. അപ്പം അതനുസരിച്ചിട്ട് പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ പോലും ഞാൻ പോയി പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഈശോ ഒത്തിരി കാര്യങ്ങൾ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വീണ്ടും തരണം ചെയ്ത് എനിക്ക് പഠനത്തിലേക്ക് വരാൻ സാധിച്ചു. അപ്പം എനിക്ക് മനസ്സിലായത് ഞാൻ ഒത്തിരി പാവം ചെയ്ത് ഈശോ ഇന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ഈശോ എന്നെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തെ കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഈ 100 ആടുകളുടെ ഉപമയുമായിട്ടാണ്. അതിൽ ഞാനെപ്പോഴും ഒരു ആടിൻ്റെ ഒരു ജീവിതം ആയിട്ടാണ് എൻ്റെ ജീവിതം എപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പലപ്പോഴും ഈശോയിൽ നിന്ന് അകന്നു പോകുന്നൊരു സാഹചര്യം. പക്ഷെ ആ 99 ആടിനെയും ഈശോ അവിടെ വിട്ടിട്ട് ഞാൻ ആ ഒരു ആടിനെ എപ്പോഴും കർത്താവ് എന്നെ തേടി വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിത അനുഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പം ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോഴും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും
ഞാൻ പോയിരുന്ന് ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഈശോയ്ക്ക് അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. പിന്നീട് തുടർന്നും ജീവിതത്തിൽ മുന്നോട്ട് പഠനകാലം കഴിഞ്ഞിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാലഘട്ടത്തിലും ഒത്തിരി പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു ജോലി വേറൊരു ജോലി കിട്ടാണ്ട് ആ ജോലി വിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടുള്ളത് എൻ്റെ കർത്താവിലുള്ള വിശ്വാസമാണ്. ഇപ്പോഴും മുന്നോട്ടുള്ള ജീവിതം, ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ ഒരുങ്ങുമ്പോഴും എൻ്റെ ഈശോ എനിക്ക് എപ്പോഴും നല്ലത് തന്നെ കൊണ്ട് തന്നിട്ടേ ഉള്ളൂ. ഇനിയും ദൈവഹിതം അനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് എപ്പോഴും നന്ദി പറയുന്നു.